അപകടത്തിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത് അല്ലേ? മലപ്പുറം കോട്ടക്കലിലാണ് വലിയ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. അവിടെ വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, ഇപ്പോഴും തീയാളി കത്തിക്കൊണ്ടിരിക്കുകയാണോ? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു? ദിവ്യ സിഫു, ഇപ്പോൾ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5:20 കൂടിയാണ് കോട്ടക്കൽ നഗരമധ്യത്തിലുള്ള വ്യാപാര സ്ഥാപനത്തിൽ 2 നിലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. വലിയ തീപിടുത്തം. ആ കട പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 200 രൂപയ്ക്ക് ലാഭമേള എന്ന പേരിൽ സാധനങ്ങൾ വിൽക്കുന്ന, പ്രത്യേകിച്ച് ഗൃഹോപകരണങ്ങൾ, ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 തൊഴിലാളികൾ, ഈ കടയിലെ 3 തൊഴിലാളികൾ ഈ സ്ഥാപനത്തിനകത്തുണ്ടായിരുന്നു. അവരെ അതിസാഹസികമായി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്ത് നിന്നും തിരൂരിൽ നിന്നുമുള്ള 4 യൂണിറ്റ് ഫയർഫോഴ്സ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അപ്പോഴേക്കും ഈ സ്ഥാപനം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 3 തൊഴിലാളികളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ആദ്യം വിൻഡോ വഴി പുറത്തേക്ക് ചാടിയെന്നുള്ള, അല്ലെങ്കിൽ സ്വയം പുറത്തേക്ക് വന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറ്റു 2 പേരെ ഫയർഫോഴ്സ് വളരെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. കട ആളിക്കത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല, ഈ കടയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പുക, പ്ലാസ്റ്റിക് നിറഞ്ഞ പുക പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ആദ്യഘട്ട ശ്രമം പരാജയപ്പെടുന്ന സാഹചര്യം. പിന്നീട് ഈ കെട്ടിടത്തിന് പിറകുവശത്തിലൂടെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ലാഡർ വെച്ച് മുകളിൽ കയറി മറ്റു ഭാഗങ്ങൾ പൊളിച്ചാണ് ഇവരെ താഴേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ ഭാഗ്യമായ ഒരു കാര്യം, ഇവർക്ക് പൊള്ളലേറ്റുള്ള പരിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ പുക ശ്വസിച്ചും മറ്റും ഇവർക്ക് ശ്വാസതടസ്സവും മറ്റും ആണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീ ഏതാണ്ട് 5:20 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുവഴി പോയ യാത്രക്കാരും അതോടൊപ്പം സമീപത്തെ ആളുകളും, സമീപത്തെ ഒരു മസ്ജിദുണ്ട്, ആ മസ്ജിദിൽ ഇമാം ഉൾപ്പെടെയുള്ള ആളുകളാണ് ആദ്യം ഈ തീപിടുത്തം ഉണ്ടായത് വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ മുകളിലുള്ള ആളുകൾ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കരയുന്നതായും ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. ആദ്യം മലപ്പുറത്ത് നിന്നാണ് ഫയർഫോഴ്സ് എത്തിയത്. ഫയർഫോഴ്സ് എത്താൻ തന്നെ ഏതാണ്ട് 20 മിനിറ്റോളം നമുക്കറിയാം മലപ്പുറത്ത് കോട്ടയ്ക്കിലേക്കാണ് വരേണ്ടത്. അപ്പോഴേക്കും ഈ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഉള്ളിലുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട് എന്നതും ആശ്വാസകരമാണ്. പക്ഷെ കട പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. കാരണം 3 ദിവസം മുൻപാണ് ഈ കട റിനോവേഷൻ ചെയ്ത് പുതിയ സാധനങ്ങളെല്ലാം ഇറക്കി, കൂടുതൽ സാധനങ്ങൾ ഇറക്കി ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് പോയിരിക്കുന്നത്.